ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കലാസ്വാദകരെ, നാട്ടുകാരെ, സുഹൃത്തുക്കൾ, ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 2024 ഡിസംബർ 31 അവസാനിക്കുന്ന ഒരു പ്രോഗ്രാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2025 1 മുതൽ 5 വരെ തുടരാൻ ജില്ലാ ഭരണകൂടവും നമ്മുടെ MLAയും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ മൂലം 5-ാം തീയതി വരെ നമ്മുടെ ഈ പ്രോഗ്രാം ബേപ്പൂരിൽ വെച്ച് നടക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ആഘോഷിക്കുന്ന സീസൺ 4. അതിൽ ഇവിടെ ഇന്ന് മ്യൂസിക്കൽ വൈബ് കോഴിക്കോട് ടീമിന്റെ ഒരു കരോഗ ഗാനമേള ആണ്. നാളെയും മറ്റന്നാളും നമ്മളെല്ലാം കാത്തിരുന്ന പുളിമൂട്ടിന്റെ മൈതാനങ്ങളിൽ നടക്കുന്ന പരിപാടി രാവിലെ 9 മണി മുതൽ തുടരും. നാളെയാണ് നമ്മളെല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. വിനീതി ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരൊക്കെ നമ്മുടെ ബീച്ചിലുള്ള വേദിയിലെത്തും. ഇവിടെ ഞങ്ങളുടെ വളണ്ടിയർ ടീമായിട്ടുള്ള എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള റനീഷ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 25-ാം തീയതി നമ്മുടെ ഫുഡ് കോർട്ടും ഫെസ്റ്റിവൽ ആരംഭിച്ച ഈ നിമിഷം വരെ ഈ ഫുഡ് കോർട്ടും മറ്റു പരിസരങ്ങളിലും വളണ്ടിയർ പ്രവർത്തനം റനീഷിന്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓർഗനൈസിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ടീം ഇവിടെ നടത്തിയ പ്രവർത്തനത്തിന് നമുക്കിപ്പോൾ നൽകാൻ വാക്കുകൾ മാത്രമാണ്. ഒരു പ്രത്യേകം അഭിനന്ദനം റനീഷിന്റെ ടീമിന് ഈ അവസരത്തിൽ നൽകുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ശ്രമഫലമാണ് ഇന്ന് നമുക്ക് നല്ല നല്ല ഗായകർ, ഓരോരുത്തരും പേര് പറയാൻ എനിക്കറിയില്ല, സൗമ്യ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട എല്ലാ വേദികളിലും കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല ജില്ലക്കകത്തും പുറത്തും പല വേദികൾ പാടിയിട്ടുള്ള ഗായകര് നമ്മളെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ജില്ലാ ഭരണകൂടം തീരുമാനിച്ച കൃത്യം 10:30 മണിക്ക് തന്നെ മുൻപ് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ സായം സന്ധ്യയിൽ നല്ല ഗാനങ്ങൾ കേട്ടുകൊണ്ട് ഈ പരിപാടി ആരംഭിക്കാം. അതിനുവേണ്ടി ഇവിടെ സഹായങ്ങൾ സഹകരണങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ 25-ാം തീയതി മുതൽ ഏകദേശം 80ഓളം ഫുഡ് സ്റ്റാളുകൾ, വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഈ ഫുഡ് കോസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം കഴിച്ച് ഈ പാട്ടുകളെല്ലാം കേട്ട് ഇന്നത്തെ പരിപാടി ഈ 3-ാം തീയതിയുടെ സായം സന്ധ്യ മംഗളമാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകർക്ക് ഈ മൈക്ക് കൈമാറിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir.